ഇംഗ്ലണ്ട് ഫാൻസ് എന്ന മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡിലാണ്. കാരണം പോർച്ചുഗലിൽ സ്പെയിനൊക്കെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ പതുങ്ങുന്നത് നമ്മൾ കണ്ടു. താരതമ്യേന ചെറിയ ടീമുകളെന്ന് വിളിക്കുന്നവർക്കെതിരെ. പക്ഷേ ഒരു യൂറോപ്യൻ ജയൻസ് അല്ലെങ്കിലും ഒരു സെക്കൻഡ് ടയറിലുള്ള ടീമാണ് ക്രൊയേഷ്യ എന്ന് പറയുന്നത്. അതിനെതിരെ അതിഗംഭീരമായ വിജയം നേടി. പൊതുവേ നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും സൂപ്പർ താരങ്ങളും ബെഞ്ചിലും ടീമിലും ഉള്ളൊരു സംഘമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ലൈനപ്പാണ് എല്ലാവരും ഏറ്റുറ്റു നോക്കിയത്. അപ്പോൾ ക്രൊയേഷ്യക്കെതിരെയുള്ള ഫസ്റ്റ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ലൈനപ്പിൽ നമ്മൾ പലരെയും കണ്ടു. ഇപ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത പലരെയും കണ്ടു. ഇപ്പോൾ മധുവൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഗോർഡൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാക്കിൽ ഗുവയ്ക്ക് പകരം മറ്റൊരാളെയാണ് കണ്ടത്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ലൈനപ്പ് നോക്കുമ്പോൾ എന്താണ് സൈദുക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ലൈനപ്പിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് ടീം സെലക്ഷൻ തന്നെ ഒരുപാട് ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വിധേയമായതാണ്. നമ്മൾ EPL വളരെ സ്റ്റാറായി കണ്ടിരുന്ന പാമർ, പിന്നെ ഫോഡൻ, പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മഗ്വയർ, ലൂക്ക് ഷോ, പിന്നെ റിയൽ മാഡ്രിഡിൽ പോയ ട്രെൻഡ്, അങ്ങനെ ഒരുപാട്. ഇതിപ്പോൾ നമ്മളെ ഒരു വേൾഡ് കപ്പ് സെലക്ട് ചെയ്യാത്ത ആളുകളെ വെച്ചിട്ടൊരു സൂപ്പർ 11 ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അത്. പിന്നെ ഒന്നാമത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ പ്ലേയേഴ്സിനെ കുറച്ചും കൂടി ആളുകൾ ഫെമിലിയറാണ് ഈ EPL കളിക്കുന്നുണ്ട്. ഇപ്പോൾ EPL നമ്മൾ ഈ 20ാമത്തെ ടീമിൻ്റെ കളിയും കാണുന്നതുകൊണ്ട് ഇംഗ്ലണ്ടിലെ കൂടുതൽ പ്ലേയേഴ്സിന് നമ്മൾ ഫെമിലിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഭയങ്കര ഒരു തലവേദനയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ടുക്കൽ പുള്ളി വളരെ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. പുള്ളി അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പുറത്തുള്ളൊരു ഒരു പൊതു അഭിപ്രായം നോക്കി ടീം എടുക്കുന്ന ആളല്ല. പുള്ളി അതിൻ്റെ എല്ലാ മാർജിൻ നോക്കി എല്ലാ ഡിഫൈൻ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ടീം സെലക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളീൻ്റെ മുമ്പുള്ള ക്ലബ്ബിലൊക്കെ പുള്ളീൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനെയാണ്. ഒരിക്കലും മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനായിരുന്നില്ല എടുത്തത്, ഫാൻസിന് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനായിരുന്നില്ല ട്രാൻസ്ഫറിൽ എടുത്തത്. പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ടാക്റ്റിക്കൽ ഇതുണ്ട്, ഒരു ഫൈൻ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിലിംഗ് നോക്കിയിട്ട് പറ്റിയാണ്. അപ്പം ഫോർഡിന് പകരം ഇപ്പം ഇങ്ങനെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത മഡുവക്കനൊക്കെ എടുത്തപ്പോൾ ഒരുപാട് പേര് ഈ പാമറിന് പകരം മഡുവക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് അത്ഭുതപ്പെട്ടിരുന്നു. കാരണം പാമർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5-6 വർഷമായിട്ട് ചെറിയൊരു ഫോം ഔട്ട് ആണെങ്കിൽ പോലും ആ ഒരു ക്ലാസ് പ്ലെയർ തന്നെയാണല്ലോ, അതിലൊന്നും ഒരു സംശയമില്ല. മഡുവക്ക ആണെങ്കിൽ ആർസണലിൽ വളരെ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. അത് 50 മില്യന് ചെൽസിന്ന് ആർസണലിലേക്ക് പോയപ്പോൾ തന്നെ ആളുകൾ അത്ഭുതപ്പെട്ടാണ്. പക്ഷേ ടുക്കലിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതിലേ നമ്മൾ മത്സരത്തിലേക്ക് വന്നാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് കുറച്ചൊരു പതുങ്ങിയാണ് കളിച്ചത്, കുറച്ചൊരു ഡിഫൻസീവ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഈ 2 ഹാഫിലെയും കളി നോക്കുമ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് ഹാഫിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയായിരുന്നു. കാരണം ക്രൊയേഷ്യയും നല്ല കോൺഫിഡൻസിലായിരുന്നു ഇംഗ്ലണ്ട്. അപ്പോൾ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു ഈവൻ കളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഫുൾ ഡോമിനേഷനായിരുന്നു. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ബെല്ലിംഗാം ഗോൾ അടിച്ചു. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു 70 മിനിറ്റിന് ശേഷം സാക്കയും റഷ്ഫോർഡും വന്നതിന് ശേഷം പിന്നീട് ഒരുപാട് ചാൻസാണ്. എനിക്കൊന്ന് ഇംഗ്ലണ്ട് 4 ഗോൾ അടിച്ചു എന്ന് പറയുമ്പോഴും ഒരു 6-7 ഗോളൊക്കെ അടിക്കാൻ ഈസി ആയിട്ട് പറ്റും. കുറേ സേവുകൾ നടത്തി. അപ്പം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ടൂർണമെൻറ്റ് ഇംഗ്ലണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാരണം അധിക മേജർ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോൽവിയിലോ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു 0-0, 1-0 ഏതെങ്കിലും ചെറിയ ടീമിനോട് ഒരു 1-0 ജയിച്ചൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ സൗത്ത് ഗേറ്റിന് അണ്ടറായാലും അതിൻ്റെ മുമ്പെയൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പം വളരെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ച് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല ടീമിനെതിരെ ഇങ്ങനെ തുടങ്ങുന്നത് ഇംഗ്ലണ്ട് ഫാൻസിന് ഒരു എന്താ പറയുക, ഒരു പുതിയ അനുഭവമാണ്. കുറച്ചൊരു എക്സൈറ്റഡും ആയിരിക്കും. നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ യൂറോ കപ്പിലൊക്കെ ഇംഗ്ലണ്ട് ഫൈനലുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് അന്ന് ഫൈനലുണ്ടെങ്കിൽ പോലും സ്വന്തം കാണികൾ കൂവിയൊരു ടീമായിരുന്നു ഇംഗ്ലണ്ട്. ബോറിംഗ് ഫുട്ബോൾ എന്നുള്ള രീതിയിൽ ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു ജയിച്ചിട്ട് പ്രായമുള്ള ഉറങ്ങുന്ന ഒരു മീമൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുതിയൊരു കോച്ചാണ് ഇപ്പോൾ തോമസ് ടുവൽ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ക്ലബ്ബിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കോച്ചാണ്. ഇന്നലെ ക്രൊയേഷ്യയുമായിട്ടുള്ള കളി കണ്ടപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കണ്ടപ്പോൾ എന്താണ്? ഇംഗ്ലണ്ട് എല്ലാ മാച്ചിലും നോക്കുമ്പോൾ പതുക്കെ തുടങ്ങുന്നൊരു ടീമായിട്ട് നമുക്ക് തോന്നാറ്. പക്ഷേ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ മെഡ്വക്കയുടെ റണ്ണും അതുപോലെ അങ്ങനെ കുറേ ചാൻസസ് ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് ടുഷയിൽ എനിക്ക് അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. എത്രയും വേഗം ഗോൾ അടിക്കുക, എത്രയും വേഗം ആ ഒരു ഡോമിനേഷൻ എടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇന്നലെ മാച്ച് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഒരു സംഭവം, എല്ലാവരും ഹാരി കെയിൻ്റെ ഡബിളിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ബെല്ലിംഗാമിൻ്റെ പെർഫോമൻസ് ആണ്. ജൂഡ് ബെല്ലിംഗാം ആ നമ്പർ 10 റോൾ ഇത്രയും ഭംഗിയായി ഏറ്റെടുത്ത്. നമ്പർ 10 റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ഇന്നലത്തെ ബെല്ലിംഗാമിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇദ്ദേഹം കോൾ പാൽമറിനെയോ അല്ലെങ്കിൽ ഗിബ്സ് വൈറ്റിനെയോ എടുക്കാത്തത്. അന്ന് അവരെടുക്കാത്തതിന് കാരണം അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഇത്രയും കൂടുതൽ നമ്പർ 10. പക്ഷേ ബെല്ലിംഗാമിൻ്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് ആ ഒരു എന്താ പറയുക ഫിസിക്കും ഉണ്ട്, പ്ലസ് ക്രിയേറ്റിവിറ്റി ഉണ്ട്, പ്ലസ് ഇന്നലെ ആ ഒരു ഡ്രൈവിങ് റണ്ണുകളും
ആ ഒരു ഡിഫൻഡേഴ്സിനെ ഹോൾഡ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫിസിക്കാലിറ്റി ഉള്ള ഒരു നമ്പർ 10-നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് തോമസ് തുഷേൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബെല്ലിംഗ്ഹാമിനെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ബെല്ലിംഗ്ഹാമിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ ഡിഫെൻഡ് ചെയ്യുന്നു, ബോളുകൾ ട്രാക്ക് ചെയ്യുന്നു, എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നത് ഒരു മികച്ച പെർഫോമൻസ് ആയിരുന്നു ബെല്ലിംഗ്ഹാമിൻ്റെ. ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിൽ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മാർഗുവേ ഇല്ലാത്തത് ഭയങ്കര പറയുന്നു. കുറേ ഫാൻസ് ഇപ്പോൾ പറയുന്നത് ഹാരി മെഗേർ പേരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, മെഗേർ വേണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഡിഫൻസീവിൻ്റെ ഒരു കോമ്പിനേഷൻ എന്തോ പ്രശ്നം തോന്നിയിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിൽ അവരത് പരിഹരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ അതിന് വേണ്ട ചേഞ്ചസ് വരുത്തി പരിഹരിച്ചു. ദെൻ മാർഗുവേ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയുള്ള മത്സരങ്ങളിലേക്ക് മാർഗുവേ ആ ഒരു എസ്രി കോൺസയുടെ ആ പൊസിഷൻ ഏറ്റെടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മെഗ്വയറിൻ്റെ ആവശ്യം, മെഗ്വയർ നല്ലൊരു പ്ലെയർ തന്നെയാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഈ തുഷേൽ ഈ ടീം സെലക്ട് ചെയ്യുമ്പോൾ, അതായത് മുന്നുള്ള മാനേജർമാരൊക്കെ എല്ലാ ക്ലബിലെയും പോസ്റ്റർ ബോയ്സിനെ അല്ലെങ്കിൽ എല്ലാ ക്ലബിലെയും മികച്ച താരങ്ങളെ എടുക്കുക എന്നുള്ളൊരു ശൈലിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇദ്ദേഹം എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ എത്രയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടോ ആ പ്ലെയേഴ്സിനെയാണ് കൂടുതൽ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എസ്രി കോൺസെ ആയാലും എനിക്ക് തോന്നുന്നത് ഗ്വേയി ആയാലും അദ്ദേഹത്തിന് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സാണ്. സോ ഡിഫെൻസീവ്ലി അവർ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് വേണ്ട പ്ലെയേഴ്സാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് കണ്ടു തുഷേൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ മാർഗുവേ തിരിച്ചു വരുമ്പോൾ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നു. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ഈ സ്റ്റാർ കൾച്ചർ കുറേ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2006 വേൾഡ് കപ്പിലൊക്കെ ഒരേ പൊസിഷനിൽ, അതായത് ഇപ്പോൾ ഈ ലംബാർഡും ജെറാർഡ് ഏകദേശം ഒരുപോലെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കളിച്ചിരുന്നത് 2006-ലും 2010-ലും. അപ്പോൾ അന്നുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര സ്പേസ് ഉണ്ടാവും എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ രണ്ടുപേരും ഒഫൻസീവായി കളിക്കുന്നതുകൊണ്ട് അല്ല. അപ്പോൾ ഫ്രാൻസിനാണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു, ഇതാണ്ടെങ്കിൽ മക്കലല ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഒരേ പൊസിഷനിൽ കളിക്കുന്നൊക്കെ പ്രശ്നമാണെന്ന് പറയുന്നത്. അതിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ജോർഡൻ പിക്ഫോർഡ് കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്തിയെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്താണ് തോന്നുന്നത്? പിക്ഫോർഡ് നമ്മൾ നോക്കുമ്പം ഒരു ത്രൂ ഔട്ട് ഒരു സീസൺ നോക്കുമ്പം അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ചെറിയൊരു ഇഷ്യൂ ഉള്ള പ്ലെയറാണ്. കാരണം പിക്ഫോർഡ് എന്താ പറയുക, ഒരേ സമയം മാരക സേവുകൾ നടത്തുകയും അതുപോലെ തന്നെ ഈസി ഇത് മിസ്സാക്കുകയും ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ നമ്പർ 1 ആയിട്ട്, കഴിഞ്ഞ 8 വർഷമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഫുൾ ടൈം നമ്പർ 1 ആണ്. അതെ, സൗത്ത് ഗേറ്റിനെ ഇപ്പോൾ ടുഖലാണെങ്കിലും എന്തായാലും മാറ്റാൻ കാരണം ഒരുപാട് ബിഗ് മൊമെൻറ്റ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. ഒരുപാട് പെനാൾട്ടി സേവുകളും അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ചില മാജിക് സേവുകളൊക്കെ കാണാറുണ്ട്, പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഒരു ചെറിയ ഇഷ്യൂ ആണ്. പിന്നെ പിക്ഫോർഡ് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ലോങ് പാസുകളാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലണ്ട് ടീമിൻ്റെ ആ ഒരു ഏരിയൽ എബിലിറ്റി നോക്കുമ്പോൾ ആ ലോങ് പാസുകൾ, ലോങ് ത്രോസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷൂട്ട് ഔട്ടാണ് ഇംഗ്ലണ്ടിന് തോന്നുന്നത് 18-ലൊക്കെ ഷൂട്ട് ഔട്ട് ജയിപ്പിക്കുന്നതിൽ പ്രധാന ആളാണ്. യൂറോയിലും വിജയിപ്പിക്കുന്നത്. നമ്മുടെ ബോട്ടിലെടുത്തിട്ട് വായിക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ എമി മാർട്ടിനസിനൊക്കെ പറ്റി പറഞ്ഞ പോലെ ഒരു ബിഗ് മാച്ചിന്റെ മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണ്. അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ എപ്പോഴും ഫുൾ കോൺഫിഡന്റ് ആയിട്ട് എപ്പോഴും ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിട്ട് പ്ലെയറാണ്. എനിക്ക് തോന്നുന്നത് ഈ പിക്ഫോർഡ് വരുന്നതിന് മുമ്പേ 2010-ലും 2006-ലൊക്കെ ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പിംഗ് ഭയങ്കര കൺസേൺ ആയിരുന്നു. 10-ല് ആരെ ഗ്രീൻ എന്ന് പറഞ്ഞ, അതായത് കാലിന്റെ ഇടയിലൂടെ ബോൾ വിട്ടേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അതിനു മുമ്പ് ഈ റിയോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലുണ്ട് ഡേവിഡ് ജെയിംസ് അത് ഏറെക്കുറെ ഇംഗ്ലണ്ടിൽ വേറെ പേരുകൾ വേറെ ഉണ്ടായിരുന്നു, വലിയ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പിക്ഫോർഡാണ് അതിലൊരു സ്പോട്ട്. അതിലും ഈ പറഞ്ഞ പോലെ തുഷേലിന്റെ ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ആ എക്സ്പീരിയൻസ്, അതുകൊണ്ടായിരിക്കും പിക്ഫോർഡ് ആ ഒരു പൊസിഷൻ സ്വന്തമാക്കിയത്. അതിൽ നമ്മൾ പറയേണ്ട ഒരാൾ ഹാരി കെയ്നാണ്. ഹാരി കെയ്ൻ എനിക്ക് തോന്നുന്നത് ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ എന്നുള്ളൊരു പേരുണ്ടല്ലോ അദ്ദേഹത്തിന്. അത് ഇന്നലെയും കൂടി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. സെറ്റ് പീസ് ചെയ്യുന്നുണ്ട്. സെറ്റ് പീസിൽ ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ഒന്ന് മൂവ് ചെയ്ത് നമ്മൾ കണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഡിഫെൻസീവിലും ഹാരി കെയ്ൻ കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഹാരി കെയ്നെ പറ്റി ഇപ്പോൾ പൊതുവെയുള്ള അഭിപ്രായം, ഇപ്പോൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കംപ്ലീറ്റ് സ്ട്രൈക്കർ ഹാരി കെയ്ൻ തന്നെയാണ്. നമ്മൾ ബയേണിൻ്റെ കളി കണ്ടാലും അതിന് മുമ്പ് സ്പേഴ്സിലെ കളി കണ്ടാലും ഒക്കെ ഹാരി കെയ്ൻ ഒരിക്കലും ആ ഒരു ബോക്സിൽ നിന്ന് ബോൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറേ അല്ല. പിന്നെ എല്ലാ അറ്റാക്കിലും ഇൻവോൾവ് ചെയ്ത് വിങ്ങേഴ്സിനെ ഇപ്പം നമ്മളെ ബോൾ ഹോൾഡ് ചെയ്ത് ഇപ്പം ബെല്ലിംഗ്ഹാമിനെ പോലത്തെ ഒരു പ്ലെയർക്കൊക്കെ ഹാരി കെയ്നെ പോലെ ഒരു സ്ട്രൈക്കർ ഉള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വിങ്ങേഴ്സിൽ കളിയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഒരുപാട് ഹോൾഡ് പ്ലേ ഒക്കെ എന്താ പറയുക ഇപ്പം ലോകത്തെ നമ്പർ 1 തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ്. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഗോൾ നമ്പേഴ്സും നമ്മൾ ബയേണിലൊക്കെ കഴിഞ്ഞ 2 വർഷത്തെ നമ്പേഴ്സ് നോക്കിയാൽ അതിലും ടോപ്പാണ്. അത് കൂടാതെ തന്നെ പുള്ളി ഒരു മിക്ക സമയത്തും ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലാണ് പുള്ളിനെ കാണൽ. പക്ഷെ അത് കഴിഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് കളി വരുമ്പോഴേക്കും അദ്ദേഹം ബോക്സിൽ എത്തുന്നുണ്ട്.
അതിൽ നമ്മളെ ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാമിൻ്റെ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി മിഡ്ഫീൽഡിൽ പറഞ്ഞു. പിന്നീടുള്ള ആളുകളും കൂടി ഉണ്ട്. ഒന്ന് ഇലിയട്ട് ആൻഡേഴ്സണ് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മൾ വലിയ ക്ലബ്ബുകളിലെ ടാർഗറ്റുള്ള ഒരാളാണ് ഇലിയട്ട് ആൻഡേഴ്സൺ. പിന്നെ ഓഫ് കോഴ്സ് ഡെക്ലാൻ റൈസാണ്. സെറ്റ് പീസൊക്കെ കോർണറൊക്കെ ഭൂരിപക്ഷം ഡെക്ലാൻ റൈസിനാണ് എടുത്തത്. ഇപ്പോൾ രണ്ടുപേരോട് കൂടി ഒന്ന് പറയാൻ തോന്നും. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പറ്റി പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ 3 മിഡ്ഫീൽഡേഴ്സും 100+ പ്ലെയേഴ്സാണ്. റൈസ് ഓൾറെഡി ആർസണൽ 110 മില്യൺ പേ ചെയ്ത പ്ലെയറാണ്. ബെല്ലിംഗാം മാഡ്രിഡ് 100+ പേ ചെയ്ത പ്ലെയറാണ്. ഇപ്പോൾ എലിയോട്ട് ആൻഡേഴ്സണ് 105 മില്യൻ്റെ ബിഡ് റിജക്റ്റ് ചെയ്തതാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ 120 മില്യനാണ് അദ്ദേഹത്തിന് ഇട്ട പ്രൈസ് ടാഗ്. അവർക്കൊന്ന് ഇപ്പോൾ സിറ്റി വാങ്ങുകയാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ക്ലബ്ബ് ആണെങ്കിലും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൈസ് ടാഗ്. അപ്പോൾ 100 മില്യൺ പ്ലസ് പ്ലേയേഴ്സ്, അതും 3 പേരും കമ്പാരിറ്റീവ്ലി യങ് ആണ്. എല്ലാവരും ആ പീക്കിൽ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നെവസിൻ്റെയും വിറ്റീനിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഫേസാണ്. അപ്പോൾ മറ്റേത് രണ്ടും ഭയങ്കര ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ കൂടാതെ ഇവർ ഭയങ്കര ഹാർഡ് വർക്കേഴ്സാണ്. ഈ ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്യുന്ന ടൈപ്പ് 2 പ്ലെയേഴ്സാണ് ഡെക്ലാൻ റൈസും എലിയട്ട് ആൻഡേഴ്സണും. അപ്പോൾ ഏത് വലിയ ടീമിനോട് കളിക്കുമ്പോഴും അവരെ ആ ഒരു മിഡ്ഫീൽഡിനോട് കൂടി പിടിച്ച് നിൽക്കാനുള്ള ഒരു മിഡ്ഫീൽഡ് ഇപ്പോൾ ഇംഗ്ലണ്ടിന് തീർച്ചയായിട്ടും ഹാർഡ് റണ്ണേഴ്സാണ്. ഈ ഡെക്ലാൻ റൈസൊക്കെ ഒരു മാച്ചിൽ എത്രയോ ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. കാരണം അദ്ദേഹം ഫസ്റ്റ് തൊട്ട് ഉണ്ടാവും 90 മിനിറ്റ്സ് വരെ അതേ ഇൻറ്റൻസിറ്റിയിൽ ഓടുന്നത് കാണും. സോ അങ്ങനെ ഒരു മിഡ്ഫീൽഡർ ഇംഗ്ലണ്ട് ഏതൊരു ടീമും ആഗ്രഹിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അതേപോലെ എലിയട്ട് ആൻഡേഴ്സൺ ഇന്നലെ ബെല്ലിംഗാമിൻ്റെ ഗോളിനൊരു പാസ് കണ്ടു. ഫസ്റ്റ് ടൈം പാസ്സായിരുന്നു അത്. ബെല്ലിംഗാം ആ ഒരു പൊസിഷനിലേക്ക് ഓടി എടുക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ആക്ച്വലി ആപ്റ്റാണ് ആ ഒരു പൊസിഷനിലേക്ക്. യെസ്, എനിക്ക് തോന്നുന്നത് ഈ ആഴ്സണലിലൊക്കെ ഈ സെറ്റ് പീസ് എടുക്കുന്നത് ഡെക്ലാൻ റൈസ് ആണല്ലോ. അതിൻ്റെ ഒരു മാറ്റം കാണാനുണ്ട്. അപ്പോൾ നമ്മൾ പോർച്ചുഗലിൻ്റെ മാച്ച് കഴിഞ്ഞിട്ടാണല്ലോ അത് കാണുന്നത്. പോർച്ചുഗലിലെ കോർണറൊക്കെ വളരെ വീക്കായിരുന്നു. പക്ഷെ ഡെക്ലാൻ റൈസിൻ്റെ എപ്പോഴും ഒരു ത്രെട്ട് ഉണ്ട്. അത് ആ ബോക്സിലേക്ക് എത്തുന്നത് ചിലപ്പോൾ അത് പിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നാൽ അത് കറക്റ്റ് ത്രെട്ടിലാണെങ്കിലും 2 സൈഡിൽ നിന്നുള്ള കോർണറായാലും ഡെക്ലാൻ റൈസ് നല്ല പിൻ പോയിന്റ് ക്രോസുകളാണ്. അത് ഇപ്പോൾ ഈ ആർസണലിൽ നമുക്കറിയാലോ, ആർസണൽ ഒരു സെറ്റ് പീസിൽ ഒരുപാട് ഗോളുകൾ അടിച്ച അതിൻ്റെ അവരുടെ ആ ഒരു ടാക്ടിക്സ് കൂടാതെ ഒരു എത്ര ടാക്ടിക്സ് ഉണ്ടെങ്കിലും ഈ സപ്ലൈ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലോ. അപ്പോൾ ആദ്യം സാക്കയായിരുന്നു കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഡെക്ലാൻ റൈസ് ആണ് ഏറ്റവും കൂടുതൽ ആർസണലിന് വേണ്ടി എടുക്കാറ്. ഇതിൽ നമ്മൾ ഈ പൊതുവരെയൊക്കെ പോസിറ്റീവാണ്. ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പൊസിഷനും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയാൽ ബെറ്റർ ആയിരിക്കും തോന്നുന്ന ഒരു ഏരിയ അതായിരിക്കും. നമ്മളിപ്പോൾ ഇന്നലെ റൈറ്റ് വിങ്ങിൽ മഡുവൊക്കെ നന്നായി കളിച്ചെങ്കിൽ പോലും ഒരുപാട് മിസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലെ മഡുവൊക്കെ സ്റ്റാർട്ട് ചെയ്തത് സാക്കക്ക് ചെറിയൊരു നോക്കുള്ളതുകൊണ്ടാണ്. അടുത്ത കളിയാകുമ്പോഴേക്കും മിക്കവാറും സാക്ക തന്നെ ആയിരിക്കും. പിന്നെ ലെഫ്റ്റിലിപ്പം ഗോർഡൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഗോർഡൻ ഒരു പ്രസ് മെഷീനാണ്. അപ്പോൾ ഗോർഡനെ പോലെ ഈ മാനേജേഴ്സിന് ഇഷ്ടപ്പെടുന്ന, അതുപോലെ ഗോർഡനപ്പം ബാഴ്സലോണയിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷേ ഗോർഡൻ്റെ ഒരു എന്താ പറയുക ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. അത് ന്യൂകാസിൽ ഈ EPL 5-6 ഗോൾ ഒരു സീസൺ അടിക്കുന്ന പ്ലെയറിന് എന്തിനാണ് ബാഴ്സലോണ 70 മില്യൺ? അതിൻ്റെ ഈ ഗോൾ കോൺട്രിബ്യൂഷന് ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രസ്സിങ്, പിന്നെ ഈ ട്രാക്ക് ബാക്ക്, അതൊക്കെ എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റഷ്ഫോർഡ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. റഷ്ഫോർഡ് ഒരു 60-70 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ സബ് കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റേ ഒപ്പണൻസ് ഒക്കെ ടയേർഡായി നിൽക്കുന്നത് റഷ്ഫോർഡിന് പേസ് ഉണ്ട്. അപ്പം ഈ ഒരു ലൈനപ്പിൽ ഇപ്പോൾ ആകെ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കുന്ന ഒന്നുക അതാണ്. പിന്നെ ഈ ഡിഫൻസിൽ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ സ്റ്റോൺസ് ഇപ്രാവശ്യം മാഞ്ചസ്റ്റർ സിറ്റിയിൽ അങ്ങനെ റെഗുലറായി കളിച്ചൊരു പ്ലെയർ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതായിരിക്കാം ചിലപ്പം വന്നത്. കാര്യം ഈ റാഷ്ഫോർഡിനെ ബായ്സയിൽ നിന്ന് പുറത്താക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗോർഡന്റെ വരവാണ്. ഈ ഗോർഡൻ തന്നെയാണ് ഇംഗ്ലണ്ടിലും സ്പോട്ട് എടുത്തു എന്നുള്ളതാണ്. ഹരിക്ക് എന്താണ് ഒരു ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു ഏരിയാസ് ഇമ്പ്രൂവ് തോന്നുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് 11 അയാൾ വന്നാൽ കൂടുതൽ നന്നാവുന്നൊക്കെ തോന്നുന്നത് എന്താണ്? അതുകൂടി പറഞ്ഞ അവസാനം ഞാൻ ഇതിനോട് അഗ്രി ചെയ്യുന്നു. കാരണം സാക്കിക്ക് ഒരു പരിക്കുള്ള കാരണം മാത്രമാണ് സാക്ക എന്തായാലും ഫസ്റ്റ് 11ലേക്ക് വരും. പിന്നെ അതേപോലെ ഗ്വേയി വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇന്നലത്തെ മാച്ചിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോൺസിനെ മാറ്റി ഗ്വേയി കൊണ്ടുവരുന്നൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ ചോദ്യങ്ങൾ വരും, ട്രെൻഡ് എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യം. അത് ഞാനും ചെറിയൊരു ചോദ്യം എനിക്കുണ്ട്. ട്രെൻഡിന് മറ്റ് പ്ലേയേഴ്സിന് തരാൻ പറ്റാത്ത എന്തോ ട്രെൻഡിനുണ്ട്. ഒരു ആരും കാണാത്ത സമയത്തൊരു ലോങ് പാസ്, ഒരു പാസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊരു മിസ്സാണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എനിക്കുണ്ട്. ട്രെൻഡിനെ കൊണ്ടുവരാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ ലിവർമെന്റോ ഇഞ്ചറിയിൽ, പക്ഷേ എന്നിട്ടും കൊണ്ടുവന്നില്ല. ഒരു സെന്റർ ബാക്കിനെയാണ് പകരം കൊണ്ടുവന്നത്. അപ്പോൾ ആ മെസ്സേജ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഡിഫെൻസീവ്ലി ഓർഗനൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി ക്രിയേറ്റീവ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്ലേയേഴ്സ് ഉണ്ട്, ക്രിയേറ്റീവ് പ്ലേയേഴ്സ്. അപ്പോൾ റൈറ്റ് ബാക്കിനെ കൊണ്ട് ഇനി ക്രിയേറ്റിവിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ഡിഫെൻസീവ് സോളിഡിറ്റിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ
ഇതിനൊക്കെ ടുഹലിന് രക്ഷപ്പെടാം വിമർശനങ്ങൾ. Yes, yes. ഓക്കെ ഒരു- അല്ലെങ്കിൽ ഒരു- കാത്തിരിക്കുകയാണ്. മഗേർ ഒക്കെ വൻ പ്രതിഷേധത്തിലാണ്. മഗേർ ഉണ്ട്, ട്രെൻഡ് ഉണ്ട്, പാമർ, ഫോഡൻ ഭയങ്കര പ്രതിഷേധത്തിലാണ്. അതാണ് ഒരു കമന്റ് കണ്ടായിരുന്നു. അതായത് ഒന്നെങ്കിൽ ടുഷേൽ ഒരു വലിയൊരു ഹീറോ ഹീറോ ആകും, അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്ലണ്ടർ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതെ, അത് ഈ ഇംഗ്ലീഷ് മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര സ്ക്രൂട്ടിനി ഉള്ളതാണ്. നമ്മളതിനെ പറ്റി നോക്കുന്നത് ഈ BBC-യും ഗാർഡിയനൊക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ വിജയിച്ചാൽ ടുഹേലിന് ഈ ഒരു കാര്യത്തിൽ കുറച്ചൊരു പ്രൂവൺ മാനേജറാണെന്ന് നമുക്ക് പറയാമല്ലോ. അവന് ചെൽസിയിൽ വന്ന് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ബയേണിലും. പുള്ളിയുടെ ഒരു റെക്കോർഡ് നോക്കിയാൽ യൂറോപ്പിലെ ടോപ്പ് 4 ക്ലബ്ബിൽ മൂപ്പര് മാനേജ് ചെയ്തിട്ടുണ്ട്. BVB-യിൽ സ്റ്റാർട്ട് ചെയ്തു, PSG-യിൽ 2 വർഷം കപ്പടിച്ചു, പിന്നെ ബയേണിൽ വന്ന് ചെൽസിയിൽ വന്ന് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ബയേണിൽ പോയി ലീഗ് അടിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അദ്ദേഹം ആ 4 ക്ലബ്ബിലും മാനേജ്മെൻറ്റുമായിട്ട് ഉടക്കിയിട്ടാണ് അവസാനം പുറത്തോട്ടുള്ള വഴി പോയത്. ഈ ട്രാൻസ്ഫർ ഇത് കാര്യത്തിലാണെങ്കിൽ മാനേജ്മെൻറ്റായിട്ട് ഉടക്ക്, അതുകൂടാതെ ഈ ട്രെയിനിങ് മെത്തേഡ്സിൻ്റെ കാര്യത്തിൽ ഒരു സെക്ഷൻ ഓഫ് പ്ലെയേഴ്സുമായിട്ടും എല്ലാ 4 ക്ലബ്ബിലും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി ഒരു എന്താ പറയുക, ഒരു ഈഗോ ഉള്ള മനുഷ്യനാണ്. ഒബ്വിയസ്ലി എല്ലാ ടോപ്പ് മാനേജേഴ്സും ഈഗോ ഉള്ള ആൾക്കാരാണ്. പുള്ളീൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അത് ജയിച്ചാലും അത് ജയിച്ചിട്ടില്ലെങ്കിലും പുള്ളിയുടെ ഒരു ടാക്ടിക്സ് ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ അത് സെലക്ഷനിലും ഉണ്ടാവും, കളീൻ്റെ സ്റ്റൈലിലും ഉണ്ടാവും. ഈ തോമസ് ടുഹേലിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു കേരള കണക്ഷൻ ഉള്ള ആളാട്ടോ. കേരളത്തിൽ കേരളത്തിൽ ചികിത്സക്കൊക്കെ വരുന്ന ഒരാളാണ്. റീൽസൊക്കെ റീൽസ് കാണാം. കാണാം. ഈ ആയുർവേദ ചികിത്സയൊക്കെ വരുന്നത്.